പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സന്തോഷവും സമാധാനവും ആശംസിക്കുന്നു. സങ്കീർത്തനം 34:7 വചനം പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് ദൈവിക സംരക്ഷണം നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമുക്ക് നൽകുന്ന വലിയൊരു ആശ്വാസമുണ്ട്. കാരണം നമുക്കെല്ലാവർക്കും ചുറ്റും ദൈവത്തിൻ്റെ വലിയ ശക്തമായ സംരക്ഷണമുണ്ട്. ദൈവിക ദൂതന്മാർ നമ്മുടെ ചുറ്റും കാവൽ നിൽക്കുന്നു. ഒരു പക്ഷേ നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. പറയുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയും ചുറ്റും ദൈവത്തിൻ്റെ ദൂതന്മാർ കാവൽ നിൽക്കുന്നു. സക്കറിയ പ്രവചനം 9-ാം അധ്യായം 8-ാം തിരുവചനം പഠിപ്പിക്കുന്നു, ആരും കയറിയിറങ്ങി നടക്കാതിരിക്കുവാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും ഞാൻ പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. തിരുവചനം പഠിപ്പിക്കുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചുറ്റും ദൈവികമായ വലിയൊരു സംരക്ഷണമുണ്ട് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കാവൽ മാലാഖമാർ അത്രത്തോളം പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ ചുറ്റിനും കാവൽ നിൽക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം നമുക്കുണ്ട്. ജോബിൻ്റെ പുസ്തകം 1:10 അതാണ് നമ്മളെ പഠിപ്പിച്ചത്. ജോബിനും അവൻ്റെ വസ്തുവകൾക്കും ചുറ്റും ഒരു സ്വർഗീയ വേലി കെട്ടി ദൈവം സുരക്ഷിതത്വം നൽകി. ദൈവത്തിൻ്റെ കാവൽ മാലാഖമാർ കാവൽ നിന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിന് ചുറ്റും, നമ്മുടെ വ്യക്തി ജീവിതത്തിന് ചുറ്റും ദൈവത്തിൻ്റെ കാവൽ മാലാഖമാർ കാവൽ നിൽക്കുന്നു. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 20-ാം തിരുവചനം പഠിപ്പിക്കുന്നു, ഇതാ നിനക്ക് മുമ്പേ ഒരു ദൂതനെ ഞാൻ അയക്കുന്നു, നിന്നെ സംരക്ഷിക്കുവാൻ ഒരു ദൂതനെ ഞാൻ അയക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഞ്ചാര വഴികളിൽ എപ്പോഴും ദൈവത്തിൻ്റെ കാവൽ മാലാഖമാർ നമ്മുടെ കൂടെയുണ്ട്. ആ കാവൽ മാലാഖമാർ നമുക്ക് സംരക്ഷണം നൽകും. ആവർത്തിച്ച് പ്രാർത്ഥിക്കേണ്ട സങ്കീർത്തനം 34-ാം അധ്യായം 7-ാം തിരുവചനം, കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാവൽ മാലാഖമാർ നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിന് നമ്മളെ ഇഷ്ടമാണ്. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.